ഇപ്പോൾ ഈ പ്രസംഗം രാജസ്ഥാനിലാണ് നടത്തിയത്. അപ്പോൾ ഒരു ഭയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രസംഗം എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ പ്രസംഗം നടന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അത് രാജസ്ഥാനിലായിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, കേന്ദ്ര മന്ത്രിസഭയിൽ പുരുഷോത്തം റുപാല എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്. പുരുഷോത്തം റുപാല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആനിമൽ ഹസ്ബൻഡറി, ഡയറി, ഫിഷറീസ്, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. സഹമന്ത്രിയാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്. ഈ പുരുഷോത്തം റുപാല മാർച്ച് 22-ാം തീയതി, കഴിഞ്ഞ മാസം 22-ാം തീയതി ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം രജപുത്രന്മാരെ, രാജ്പുട്ടുകളെ വലിയ രീതിയിൽ അപമാനിച്ചു, പരിഹസിച്ചു. അതവിടെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബ്രിട്ടീഷുകാരുമായി ഒളിബന്ധമുണ്ടായിരുന്ന വിഭാഗമാണ് രജപുത്രന്മാർ എന്നാണ് പുരുഷോത്തം റുപാല എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള BJPയുടെ നേതാവ്, കേന്ദ്രമന്ത്രിസഭയിലെ അംഗം മാർച്ച് 22-ാം തീയതി രാജ്കോട്ടിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗം ചെറിയ ഇഫക്റ്റ് അല്ല രജപുത്ര വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ദേശീയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കാര്യമായി ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ രജപുത്ര വിഭാഗം എന്ന് പറയുന്നത് ക്ഷത്രിയ വംശമാണ്. ആ ക്ഷത്രിയ വംശത്തിൽ തന്നെ രജപുത്രരാണ് ഏറ്റവും ഉയർന്ന വിഭാഗം. അതിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. അങ്ങനെ 120 സംഘടനകൾ, രജപുത്ര വിഭാഗത്തിൽപ്പെട്ട, ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട 120 സംഘടനകൾ അഹമ്മദാബാദിലെ ഖോട്ട എന്ന സ്ഥലത്ത്, രജപുത്ര സമാജ് ഭവൻ എന്ന സ്ഥലത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വലിയ യോഗം ചേർന്നു. ആ യോഗം ചേർന്നിട്ട് അവരെടുത്തൊരു തീരുമാനമെന്ന് പറയുന്നത് പുരുഷോത്തമം റുപാലയുടെ ഈ പ്രസംഗത്തിൻ്റെ പേരിൽ BJPക്ക് ഇനി വോട്ട് ചെയ്യരുത് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ രജപുത്രർ അത്ര വലിയൊരു വിഭാഗമല്ല, അവർ 5% ഉള്ളൂ. പക്ഷേ അവർ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജാതി വിഭാഗമാണ്. നോക്കൂ, അവരുടെ തീരുമാനമെന്ന് പറയുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അവരുടെ സ്ത്രീകളാണ് അവഹേളിക്കപ്പെട്ടത്. ആ വാക്ക് തന്നെ ഞാൻ പറയാം, റോട്ടി ആൻഡ് ബേട്ടി. അതായത് റൊട്ടിയുടെ പേരിലും പെൺമക്കളെ കൊടുത്തും ബ്രിട്ടീഷുകാരുമായി ഒരു ഒളിബന്ധം സ്ഥാപിച്ച വിഭാഗമാണ് രജപുത്രർ എന്നാണ് പുരുഷോത്തം റുപാല പറഞ്ഞത്. അവരെ സ്ത്രീകളാണ് പരിഹസിക്കപ്പെട്ടത്, അപഹസിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ സ്ത്രീകളെ മുഴുവൻ രംഗത്തിറക്കിക്കൊണ്ട് ഒരു ദിവസം ഉപവാസം നടത്താനാണ് ആ തീരുമാനം അന്ന് ഈ വെള്ളിയാഴ്ച നടന്നിരിക്കുന്ന യോഗം എടുത്തിരിക്കുന്നത്. അവിടെ തീരുന്നില്ല എന്ന് മാത്രമല്ല, ഗുജറാത്തിനെ 5 മേഖലകളായി തിരിച്ചിട്ട് 5 മേഖലകളിൽ നിന്ന് ധർമ്മരഥയാത്ര നടത്താനും രജപുത്രർ തീരുമാനിച്ചിട്ടുണ്ട്. രഥയാത്രയാണ് കേട്ടോ നടത്തുന്നത്. മെയ് 7-ാം തീയതിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക. അതുവരെ ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗുജറാത്തിലെ രാജ്പുട്ടുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ രാജസ്ഥാൻ്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുമ്പോഴേ, ഈ ഗുജറാത്തുമായി ബോർഡർ ചെയ്യുന്ന സ്റ്റേറ്റാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ബോർഡർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സ്വാധീനം ഈ രജപുത്ര വിഭാഗങ്ങൾക്കുണ്ടെന്ന് മാത്രമല്ല, രാജസ്ഥാനിൽ 14% വോട്ടെന്ന് പറയുന്നത് രാജ്പുട്സ് ആണ്. രാജസ്ഥാൻ്റെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 8 കോടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 1.25 കോടിയിലധികം ആളുകൾ രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്, രാജ്പുട്സ് ആണ്. അവരുടെ ഒരു വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1 കോടിയോളം വരും. 8 കോടി പേരിൽ 1 കോടി പേര് ഇപ്പോൾ BJPക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം രാജസ്ഥാനിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു ചെറിയ പ്രതിസന്ധിയല്ല. അതിനെ മറികടക്കണമെങ്കിൽ മുസ്ലിം വിരോധമല്ലാതെ മറ്റൊരു വഴിയുമില്ല. അവിടെ ഈ കാര്യം മാത്രമല്ല, രാജ്പുട്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വെസ്റ്റേൺ UPയിലെ രാജ്പുട്സ് കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി ഒരു മഹാപഞ്ചായത്ത് വിളിച്ചു. മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മഹാസമ്മേളനം. ആ മഹാസമ്മേളനം വിളിച്ചിട്ട് അവരെന്താ പറഞ്ഞത്? ബോയ്ക്കോട്ട് BJP എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു. മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജനറൽ VK സിംഗ് കേന്ദ്രമന്ത്രിസഭാ അംഗമാണ് കേട്ടോ. കേന്ദ്രമന്ത്രിസഭയിലെ സഹമന്ത്രിയാണ്. നേരത്തെ സൈനിക മേധാവിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ ജനറൽ VK സിംഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഗാസിയാബാദ് മണ്ഡലത്തിൽ നിന്നാണ് വിജയിക്കുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്നറിയാവോ? 5,67,000 വോട്ടാണ്. 2019 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്നറിയാവോ? 5,01,500 വോട്ടാണ്. രാജ്പുട്ടുകളുടെ നേതാവാണ് ജനറൽ VK സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തിട്ടില്ല. ഒരു കഥയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 5 ലക്ഷത്തിന് മേലിലാണല്ലോ ഭൂരിപക്ഷം. അത് മോഡിക്ക് തീരെ സഹിക്കുന്നില്ല എന്നുള്ളതാണ്. വാരണാസിയിൽ മോഡിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4,79,505 വോട്ടാണ്. ഇവിടെയാണ് 5 ലക്ഷത്തിന് മുകളിൽ വോട്ടുമായിട്ട് ഈ പറയുന്ന ജനറൽ VK സിംഗ് നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഉത്തർപ്രദേശിൽ വാരണാസിക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തു നിന്നാണ് അദ്ദേഹം ജയിച്ചു വരുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് മോഡിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് VK സിംഗിന് സീറ്റ് കൊടുക്കാതിരുന്ന ഒരു ഉള്ളറ കഥയുണ്ട്. എന്തായാലും ഈ കാര്യത്തിലും അതുപോലെ തന്നെ ഗുജറാത്തിൽ ഈ പുരുഷോത്തം റുപാല നടത്തിയ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും രജപുത്രന്മാർ വലിയ രീതിയിൽ BJPക്ക് എതിരായിരിക്കുന്നു എന്നുള്ളതാണെന്ന് മാത്രമല്ല, രാജ്പുട്സ് അവകാശപ്പെടുന്നത് എന്താണെന്നറിയോ? രാജ്യത്ത് 24 കോടി പേരാണ് രാജ്പുട്ടുകളായി ഉള്ളത് എന്നാണ്. രാജ്പുട്ട് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്, ഒരു വലിയ ജാതി വിഭാഗമാണ്. അതിന് തൊട്ടേറെ ഉപജാതികളുണ്ട് എങ്കിൽ കൂടിയും അവരാകെ 24 കോടി പേരുണ്ട് എന്ന് പറഞ്ഞാൽ, ആ ഒരു വിഭാഗം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ BJP നേരിടുന്നത് ചെറിയ വെല്ലുവിളിയല്ല എന്ന് മാത്രവുമല്ല, രാജസ്ഥാനിൽ നിന്ന് BJPക്ക് കിട്ടിയിട്ടുള്ള ആഭ്യന്തര സർവേ പറയുന്നത്
10 സീറ്റ് പ്രാവശ്യം നഷ്ടപ്പെടുന്നതാണ്. അതായത് 10 സീറ്റ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ആർക്കാ പോകുന്നത്? 10 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നതാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJP അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടിയും അതിനുശേഷം അവിടുത്തെ ജാതി സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗുജ്ജർ വിഭാഗം അവിടുത്തെ പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഈ ഗുജ്ജർ വിഭാഗം കോൺഗ്രസുമായി ഉടക്കി നിൽക്കുകയായിരുന്നു. എന്താ കാര്യം അറിയാമോ? സച്ചിൻ പൈലറ്റിൻ്റെ വിഭാഗമാണ് ഈ ഗുജ്ജർ. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കില്ല എന്നും സച്ചിൻ പൈലറ്റിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നുമുള്ളൊരു പ്രശ്നം ഗുജ്ജർ വിഭാഗത്തെ പിണക്കി നിർത്തിയിരുന്നുവെങ്കിൽ സച്ചിൻ പൈലറ്റിന് ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CP ജോഷിയെ അവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കിയിട്ടുണ്ട് കോൺഗ്രസ്. CP ജോഷി ബ്രാഹ്മിൻ വിഭാഗമാണ്. ബ്രാഹ്മണരിൽ ഒരു വിഭാഗം കോൺഗ്രസിനോട് അടുക്കുന്നു എന്ന സൂചനയുണ്ട്. അതേപോലെ തന്നെ മീണ വിഭാഗം, ദൗസ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുള്ള മീണ വിഭാഗത്തിൽ BJPക്ക് എതിരായിട്ട് എതിർപ്പുണ്ട്. ഈ രീതിയിൽ അതുപോലെ തന്നെ OBCയിൽ നിന്നാണ് അശോക് ഗെഹ്ലോട്ട് വരുന്നത്. ആ അശോക് ഗെഹ്ലോട്ടിൻ്റെ മാലി സമുദായം അടക്കമുള്ള OBC വിഭാഗങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ വലിയ ജാതി സമവാക്യങ്ങൾ മാറുകയും ഒരു പ്രധാനപ്പെട്ട സമുദായം രാജ്പുത്തുകൾ വലിയ രീതിയിൽ പരസ്യമായിട്ട് ബോയ്ക്കോട്ട് BJP ജാലോർ മണ്ഡലത്തിലും ജയ്പൂരിലും വീഡിയോ ഇറങ്ങി. സ്മൃതി, ഈ രണ്ട് സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാമേന്ദ്ര ബോറയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജയ്പൂരിൽ മത്സരിക്കുന്നത്. ദേവ്ജി പട്ടേലാണ് ജാലോറിൽ മത്സരിക്കുന്നത്. ഇവരൊക്കെ വളരെ പ്രമുഖരായ നേതാക്കളാണ്. നല്ല എന്താ പറയുക ബേസ് ഉള്ള ആളുകളാണ്. അവിടെയാണ് വീഡിയോ പ്രചാരണം രാജ്പുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ വെല്ലുവിളിയാണ് രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, വെസ്റ്റേൺ UPയിൽ ഒക്കെ ഈ ഒരു വിഭാഗം തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് BJP അഭിമുഖീകരിക്കുന്നത്. അതിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ മരുന്നേ ഉള്ളൂ. അത് മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കിയാൽ ഇന്നിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെ കണ്ടില്ലേ? കുട്ടികളെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നവർ. കുട്ടികളെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നവർ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കണം എന്നറിയാമോ? പോപ്പുലേഷൻ ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സംഘപരിവാർ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പോപ്പുലേഷൻ ജിഹാദ്. എന്താണ്? ഇവിടെ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ ജനസംഖ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1909 ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഉപേന്ദ്ര മുഖർജിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഡീക്കേയിങ് റേസ് എന്നാണ്. അതായത് ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വംശമാണ്. 1909 ഉപേന്ദ്ര മുഖർജി പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനുശേഷമാണ് RSS രൂപപ്പെടുന്നതെങ്കിലും അന്നേ ഈ പറയുന്ന ആശയം രൂപീകരിക്കുന്നുണ്ട്. എന്നിട്ട് 100 വർഷത്തിന് ശേഷം എന്താ സ്ഥിതി? അന്ന് 1909 പറയുന്നു ഡീക്കേയിങ് റേസ് ആണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ 2024 നമ്മൾ ഇരിക്കുമ്പോൾ 100 വർഷം കഴിയുമ്പോൾ ഈ ഇന്ത്യയുടെ പോപ്പുലേഷൻ ലാസ്റ്റ് സെൻസസ് 2011 എടുക്കുമ്പോൾ 79.80% ഹിന്ദുക്കൾ, 14% മുസ്ലിംസ്. എന്ത് സംഭവിച്ചു? ഇവിടെ ഈ പോപ്പുലേഷൻ ജിഹാദ് ഉണ്ട് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ ഈ പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ഒരു കണക്ക് പ്രകാരം അവർ ഈ പറയുന്ന എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, റേറ്റ് ഓഫ് പ്രോഗ്രഷൻ വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത് 2101 അതായത് 2101 ഇനിയും 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ ഈ പറയുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നത് 74% മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് 18% ഈ പോപ്പുലേഷൻ ജിഹാദ് പറഞ്ഞിട്ടേ ഇന്നിപ്പോൾ 97 കോടി ജനങ്ങൾ ഹിന്ദുക്കളാകട്ടോ ഇന്ത്യയിൽ. ആകപ്പാടെ 17 കോടിക്കടുത്താണ് മുസ്ലിങ്ങളുള്ളത്. അപ്പോൾ ഈ പോപ്പുലേഷൻ ജിഹാദ് എന്ന് പറയുന്നത് ഇത് ഇപ്പം മാത്രം ഉന്നയിക്കുന്നതല്ല. നരേന്ദ്രമോദി 2002 ഗുജറാത്തിലെ മുസ്ലിം റിലീഫ് ക്യാമ്പുകൾ നോക്കി വിരൽ ചൂണ്ടി പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ചൈൽഡ് പ്രൊഡ്യൂസിങ് സെന്റേഴ്സ് എന്നാണ്. കുട്ടികളെ ഉണ്ടാക്കുന്ന സെന്റേഴ്സ് ആണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ 2021 ഓർഗനൈസറിന്റെ ലേഖനത്തിൽ എഴുതുന്നു, ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, 2023 ഓർഗനൈസറിന്റെ ലേഖനത്തിൽ എഴുതുന്നു അലാമിംഗ് ആണ് മുസ്ലിം പോപ്പുലേഷൻ വളരുന്നത് എന്നുള്ളത്. ഒരിക്കൽ പോലും ഡാറ്റാ ബേസ്ഡ് ആയിട്ട് അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് മാത്രമേ ഇനി ഇത് ഈ വോട്ട് ബാങ്കിനെ ഒന്നിപ്പിക്കാൻ കഴിയൂ. പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാലോ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമായ ലിംഗായത്തുകൾ. ലിംഗായത്തിൽ നിന്ന് രാത്രിക്ക് രാത്രി ലിംഗായത്തിലെ പല നേതാക്കളും രാത്രി BJP വിട്ട് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചു. അവിടെ ആ ലിംഗായത്തുകൾ പോവുകയും വൊക്കലിക പൂർണ്ണമായും ദേവഗൌഡയുടെ കയ്യിലാണ്. അപ്പം ഈ മണ്ണൊലിച്ച് പോകുന്നു എന്ന് കണ്ടപ്പോൾ എന്താ ചെയ്തതെന്നറിയാവോ? അവിടെ കർണാടക സർക്കാർ, BJP സർക്കാർ മുസ്ലിം റിസർവേഷൻ എടുത്തു കളഞ്ഞു. 4% റിസർവേഷൻ ഉണ്ടായിരുന്നു. ആ റിസർവേഷൻ എടുത്തു കളഞ്ഞിട്ട് അത് 2% വൊക്കലിഗയ്ക്കും കൊടുത്തു, 2% ലിംഗായത്തിനും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളിതാ മുസ്ലിം സംവരണം എടുത്ത് കളഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു റിസൾട്ട്? 224 സീറ്റ് ഉണ്ടായിരുന്നു കർണാടകയിൽ, 135 സീറ്റാണ് കിട്ടിയത് കോൺഗ്രസിന്. കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഈ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോപ്പുലേഷൻ ജിഹാദ്, ഈ പറയുന്ന ഇൻഫിൽട്രേഷൻ, ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇൻഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇൻഫിൽട്രേഷന്റെ കണക്ക് എവിടെയെന്നേ? 2014 മുതൽ
2023 വരെ പാർലമെന്റിൽ വിവിധ സമയങ്ങളിലായിട്ട് പല ചോദ്യങ്ങൾ ഇൻഫിൽട്രേഷനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. വി ഡോണ്ട് നോ എന്നതാണ് മറുപടി. കേന്ദ്ര സർക്കാരിന്റെ കണക്കില്ല. ദ സെൻട്രൽ ഗവൺമെന്റ് ഡസന്റ് ഹാവ് എനി പ്രോപ്പർ ഡാറ്റ എന്ന് തന്നെയാണ് മറുപടി. എന്നിട്ടാണ് പറയുന്നത് തെറ്റായ കണക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഇപ്പൊ ഈ NRC നടപ്പാക്കിയല്ലോ ആസാമിൽ 40 ലക്ഷം ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 2019 ഈ NRC നടപ്പാക്കിയതിന് ശേഷം എത്രയുണ്ടെന്നാണ് കണ്ടെത്തിയത്? 16 ലക്ഷം ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. 16 ലക്ഷം ഉണ്ട്. 40 ലക്ഷം ഒറ്റടിക്ക് 16 ലക്ഷത്തിലേക്ക് വന്നു. എന്നിട്ട് ഈ 16 ലക്ഷത്തിൽ ആരായിരുന്നു? അതിനകത്ത് എത്ര പേരാണ്? ബംഗാളി ഹിന്ദുസും അതുപോലെ തന്നെ ആസാമി ഹിന്ദുസും ആയിരുന്നു കൂടുതൽ, മുസ്ലിംസ് കുറവായിരുന്നു. അപ്പൊ എന്താ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്? അത് വീണ്ടും നടപ്പാക്കണമെന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന കപടമായ വാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുന്നു. BJPയുടെ പ്രശ്നം, BJP വടക്കേ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് രാജ്പുത്തുകളാണ്. ആ രാജ്പുത്തുകൾ വളരെ പ്രോമിനന്റ് ആയ ഒരു വോട്ട് ബാങ്കാണ് രാജസ്ഥാനിലാണ്. അതുകൊണ്ട് രാജസ്ഥാനിൽ പോയി ഇന്ന് ഈ മുസ്ലിം വിദ്വേഷം പറഞ്ഞിരിക്കുന്നത് വിവിധ ജാതി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ ഇനി ആ ഒറ്റ മാർഗം മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ളതുകൊണ്ട് അവസാനത്തെ ആയുധമാണ് നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ശരി. Meet the editors.